മലപ്പുറം ജില്ല പ്രത്യേകമായ രാഷ്ട്രമാണ് എന്ന്, അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റില്ലെന്ന് ഒരു സംഘടനയുടെ ഉന്നതനായി നിൽക്കുന്ന ജനറൽ സെക്രട്ടറി 3 ദിവസം മുന്നെയാണ് നിലമ്പൂരിൽ വന്ന് പ്രസംഗിക്കുന്നത്. നിങ്ങളൊക്കെ വായിച്ചതാണ്, ഞാനായിട്ട് പറയല്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPയുടെ സെക്രട്ടറി. മലപ്പുറം ജില്ലയിൽ ജീവിക്കൽ മറ്റു മതക്കാർക്ക് ദുസ്സഹമാണെന്നാണ്. എന്തൊക്കെ ദുരാരോപണങ്ങളാണ് നമ്മുടെ ഇത്തരം ദീനീ സംരംഭങ്ങൾക്കും മുസ്ലിങ്ങൾ ഇത്തിരി കൂടുതലുള്ള സ്ഥലങ്ങൾക്കും നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജീവിച്ച എത്രയോ ആളുകളുണ്ട്, ജീവിച്ച് കഴിഞ്ഞു പോയവരുണ്ട്, ഇപ്പോഴും ജീവിക്കുന്ന നിരവധിയായ മുസ്ലിങ്ങളല്ലാത്തവർ ഈ ജില്ലയിലുണ്ട്. ഇവിടെ ജീവിച്ച അനുഭവമുള്ള ഒരാളെങ്ങാനും ആ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ ആശാനിരുന്ന കസേരയിലിരിക്കുന്നയാളാണ്, കുമാരനാശാനിരുന്ന കസേരയിലിരിക്കുന്നയാൾ. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ആത്മാർത്ഥമായി ഒരൊറ്റ മുസ്ലിമും പറയില്ല ഈ നാട്ടിൽ. എന്തുകൊണ്ട്? തീരെ വർഗീയ സംഘർഷമില്ലാത്ത ഏക ജില്ലയാണ് നമ്മുടേത്. മുസ്ലിം ഭൂരിപക്ഷം എല്ലായിടത്തും വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നമ്മുടെ ഈ ജില്ല. എല്ലാവരും എന്തെങ്കിലും ആവണമെന്നോ മാറണമെന്നൊന്നുമല്ല ഞാൻ പറയണത്. തീരെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. IAS-ഉം IPS ഒക്കെ കഴിഞ്ഞ് ദൂരയിൽ നിന്ന് കോച്ചിങ്ങൊക്കെ നേടിയിട്ട് വരുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ ജില്ലയിലേക്ക്. അവർക്കൊക്കെ പലപ്പോഴും ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും ലഭ്യമാകുന്ന നിർദ്ദേശങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം അവിടെ ജീവിക്കാൻ എന്നാണ്. എപ്പോഴും വയലന്റ് ആകുന്ന ഒരു സമൂഹമാണ് അവർ. അക്ഷരജ്ഞാനമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, സംസ്കാരം അറിയാത്തവർ, ആധുനിക ജീവിതം പരിചയമില്ലാത്തവർ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ജീവിക്കണം. എപ്പോഴും അവിടെ കലാപങ്ങൾ ഉണ്ടാകാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയാണ്, ഇത്തിരി ഉൾഭയത്തോടു കൂടെയാണ് പലരും നമ്മുടെ ജില്ലയിലേക്ക് ജോലി ചെയ്യാൻ വരുന്നത്. പക്ഷേ ഏതാനും ദിവസങ്ങൾ മാത്രം ഇവിടെ ജീവിക്കുമ്പോഴേക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടായിട്ട് നമ്മുടെ ജില്ല മാറുന്നു. 100-100 അനുഭവങ്ങൾ വിളിച്ചു പറഞ്ഞ, ആത്മാർത്ഥതയുള്ള, സത്യത്തെ സത്യസന്ധമായി സമീപിക്കാൻ കഴിയുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് സന്തോഷത്തോടെ പിരിഞ്ഞു പോയിട്ടുണ്ട്. പലർക്കും പിരിയാൻ പോലും തോന്നണില്ല. പിന്നെയും ഇവിടെ തന്നെ നിൽക്കണമെന്ന് അവർക്ക് തോന്നുകയാണ്. ഇവിടെ വസ്തുവകകൾ വാങ്ങിയിട്ട് ഇവിടെ താമസം തുടങ്ങിയവരുണ്ട്. ഈ സമാധാനത്തിൻ്റെ, ഈ ശാന്തിയുടെ, ഈ പ്രത്യേകമായ കാലാവസ്ഥയിൽ ജീവിക്കാനുള്ള മോഹം കൊണ്ട്. നമ്മുടെ തൊട്ടടുത്താണ് ഈ കോഴിച്ചന എന്ന് പറയുന്ന നാട്. അവിടെയുണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ പ്രത്യേകമായ ഒരു കേന്ദ്രം. നമുക്കൊക്കെ അറിയാം. മുമ്പ് അങ്ങോട്ട് പ്രധാന ഉദ്യോഗസ്ഥനായി വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫിൻ്റെ സമയത്ത് ഒരു പ്രസംഗം നടത്തിയത് കേരളത്തിലെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ അജയ് കടന്നു വരുന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ മേഖലയിൽ എവിടെ വന്നാലും അജയരുണ്ടാവും, പരിപാടി കഴിയോളം ഉണ്ടാവും. എനിക്ക് കുറേ അനുഭവമുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരൊക്കെ ഇവിടുന്ന് റിട്ടയർമെന്റ് വാങ്ങി പോകുമ്പോൾ ഈ കാര്യം പറയും, ഞങ്ങളിവിടെ വന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് നിർദ്ദേശം കിട്ടിയത്. ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്ന് വിരമിച്ചു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും വയലന്റായ ഒരു സമൂഹത്തിലേക്കാണ് പോകുന്നത് എന്നും കരുതി ആ ഒരാശങ്കയോടുകൂടെ വന്നയാളാണ് ഞാൻ. പക്ഷേ ഇതുവരെയും ഒരു വർഗീയ കലാപം തീർക്കാനും ഞങ്ങൾ ഈ ജില്ലയിൽ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ആകെ ജില്ലയിൽ 2 പ്രാവശ്യമാണ് ഇറങ്ങിയത്. ഒന്ന് കടലുണ്ടിയിൽ തീവണ്ടി മറിഞ്ഞപ്പോൾ, മറ്റൊന്ന് ഈ നമ്മുടെ NH-ൽ നമ്മുടെ പരിസരത്തൊരു ബസ് തീ പിടിച്ചപ്പോൾ. അദ്ദേഹം അന്ന് അങ്ങനെയാണ് പ്രസംഗിച്ചത്. വർഗീയ കലാപം തീർക്കാൻ ഞങ്ങൾ പലയിടത്തും ഇറങ്ങിയിട്ടുണ്ട്. കണ്ണൂരിലേക്ക് പോയിട്ടുണ്ട്, കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും വയലന്റ് ആകുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന കഠിനമായ അപരാധം കേട്ട് അങ്ങനെയൊക്കെ തന്നെ ഏകദേശം വിശ്വസിച്ചു വന്ന ഞങ്ങൾക്ക് ഈ നാട്ടിൽ വർഗീയത തീർക്കാൻ വേണ്ടി ഒരിക്കലും ഇറങ്ങേണ്ടി വന്നിട്ടില്ല എന്ന്. ആകെ ഇറങ്ങിയത് 2 അപകടങ്ങൾ സംഭവിച്ചപ്പോഴാണ്. അപകീർത്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. മണ്ണാർക്കാട് ഭാഗത്തൊരാന പടക്കം കഴിച്ച്, പന്നിയെ പിടിക്കാൻ വെച്ച പൈനാപ്പിളിൽ വെച്ച പടക്കം തിന്ന് ചത്തുപോയി. കേന്ദ്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള കുറെ ഡൽഹിയിൽ ജീവിക്കുന്ന ബുദ്ധിജീവികൾ പോലും പറഞ്ഞത് മലപ്പുറത്ത് ആർക്കും ജീവിക്കാൻ കഴിയില്ല, ആനക്ക് പോലും എന്നാണ്. മണ്ണാർക്കാട് മലപ്പുറമല്ല എന്നുള്ളത് ഇത്തിരി സാമൂഹിക ബോധവും ഈ ലോകപരിചയമുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം.
മലയാള ഭാഷയ്ക്ക് അക്ഷരം നൽകിയ തുഞ്ചത്ത് എഴുത്തച്ഛൻ ജീവിച്ച മണ്ണി മലപ്പുറമാണ്. ഭക്തികവി എന്ന പേരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ജ്ഞാനപ്പാനയുടെ കർത്താവ് ജീവിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. എത്രയെത്ര ഭൗതിക രംഗത്ത് തിളങ്ങി നിന്ന മഹാന്മാർ ജീവിച്ചിവിടെ. ലോകം അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ EMS നമ്പൂതിരിപ്പാട് നമ്മുടെ ജില്ലയുടെ സന്തതിയാണ്. എത്രയെത്ര പേർ. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഈ ജില്ലക്കാരനായിരുന്നു. അവരുടെയൊക്കെ മേഖലകൾ വ്യത്യസ്തമാണ്. എനിക്കതിലൊന്നും താല്പര്യമില്ല. അവരുടെയൊക്കെ മേഖലകൾ വ്യത്യസ്തമാണ്. പക്ഷെ അവരുടെ മേഖലകളിൽ ഉന്നതന്മാരായി വിരാജിച്ച ആളുകളാണ് ഞാൻ എണ്ണി പറഞ്ഞവരൊക്കെ. ഇവരൊക്കെ ജീവിച്ചതും വളർന്നതും ഈ ജില്ലയിലാണ്. ഇന്നും 70% മുഅ്മിനീങ്ങൾ ഈ നാട്ടിൽ വസിക്കുന്നു. എന്നാൽ ഏകദേശം 20% ഹൈന്ദവരും ജീവിക്കുന്നുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ ജീവിക്കുന്ന ആലപ്പുഴയുടെ ആ പ്രദേശത്ത് 70%-ലേറെ ഹൈന്ദവരുണ്ട്. കേവലം 10% താഴെയാണ് മുസ്ലിങ്ങൾ. ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വിഭാഗം കൂടുതലുണ്ട് എന്നതുകൊണ്ട് അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ കേരളത്തിലെ ഏതേത് ജില്ലകളെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ മുസ്ലിം സൊസൈറ്റിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് മദ്രസ വിദ്യാഭ്യാസത്തിനെ എതിർക്കുന്നത്. ഇത് നമ്മൾ കൂടെ തെറ്റിദ്ധരിച്ച് മദ്രസയിൽ നിന്ന് മാറാൻ പാടില്ല. വളരെ ഊർജ്ജസ്വലതയോടുകൂടെ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. മദ്രസ വിദ്യാഭ്യാസം ഏതെങ്കിലും 4-5 കൊല്ലം കൊണ്ട് തീർക്കേണ്ടതുമല്ല. പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ പഠനത്തിന് ഔദ്യോഗികമായി അവസാനം വന്നാലും തുടർ പഠനത്തിന് സംവിധാനങ്ങൾ വേണം. വ്യാപകമായ രീതിയിൽ മദ്രസ നിലകൊള്ളുന്നത് കൊണ്ടാണ് ഈ ജില്ല എത്രമേൽ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോണത്. വർഗീയതയുടെ ചില താല്പര്യങ്ങളൊക്കെ യുവാക്കൾ എന്ന രീതിയിലും മറ്റും ചിലർക്ക് സംഭവിക്കുമ്പോൾ അതിനെ ശക്തമായി എതിർക്കാനും പ്രതിരോധിക്കാനും ഈ ജില്ലയിലെ പണ്ഡിതന്മാർ എപ്പോഴും മുന്നിൽ നിന്നിട്ടുണ്ട്. സൗഹാർദ്ദത്തിന്റെ കഥ പറഞ്ഞാൽ മമ്പറത്തെ തങ്ങളുടെയും അവിടുത്തെ സ്നേഹജനങ്ങളായിരുന്ന ഈഴവരും താഴ്ന്ന ജാതിക്കാരുമായ മറ്റു പലരെയും നമ്മൾ സ്മരിക്കേണ്ടി വരും. ഇവിടെയാണ് കളിയാട്ട മഹോത്സവം ഉണ്ടാവല്ലേ ഞാൻ ഈ പ്രസംഗിക്കുന്നിടത്ത്. ഇപ്പോൾ പോലും മമ്പുറത്ത് ജാറത്തിൻ്റെ അവിടെ പോയിട്ട് അവരുടേതായ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടാണ് ആ ഉത്സവത്തിന് ഹൈന്ദവരാകുന്ന സഹോദരന്മാർ വരുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോഴും ഇത് നൂറ്റാണ്ട് പഴക്കമുള്ള രാജാനാണ്. മമ്പുറത്ത് തങ്ങളടുത്തേക്ക് അവർ പോയിരുന്നു എന്ന് ചരിത്രം വായിച്ചിട്ടുണ്ട്. സ്വാമിമാരും വ്യത്യസ്ത മതത്തിലെ പുരോഹിതന്മാരുമൊക്കെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഈ ഒരു നാടിനെ കുറിച്ച് കൃത്യമായി അറിയാമെങ്കിലും നിരന്തരമായി അപവാദം പ്രചരിപ്പിക്കണമെന്ന് പലരും വിചാരിക്കുന്നു. ഇന്ന് പോലും ഒരു രാഷ്ട്രീയ നേതാവ് ഈ ജില്ലയെക്കുറിച്ച് വളരെ വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. BJPയുടെ മുൻ പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ ശക്തമായ രീതിയിൽ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. റമദാനിൽ 1 മാസം മലപ്പുറം ജില്ലയിൽ പച്ചവെള്ളം കിട്ടൂല എന്നാണ് അയാൾ പറഞ്ഞ ഒരു കാര്യം. ഇവിടെയുള്ള ഒരു സ്കൂളിലും ഉച്ചക്കഞ്ഞിയില്ല, എല്ലാം മുടക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാം മുടക്കി. ഇത് എല്ലാ റമദാനിലും ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ പ്രചാരണമാണ്. ഞാൻ അവിടെ പോയി, എനിക്ക് അത് കിട്ടിയില്ല. പലപ്പോഴും അതിനെ ജനാധിപത്യവാദികളാവുന്ന മുസ്ലിങ്ങൾ തന്നെ പ്രതിരോധിക്കാറുണ്ട്. കോഫി ഹൗസ് എല്ലാം പ്രവർത്തിച്ചിരുന്നു എന്ന് അവർ പറയും. ഇന്ന ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. 30-40 ഹോട്ടലിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഓരോ മേഖലയിലുള്ള ഇതൊക്കെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പിന്നെ നിങ്ങൾ എവിടെയാണ് ഭക്ഷണം കിട്ടാൻ നോക്കിയത് എന്നൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും അമുസ്ലിങ്ങളാകുന്ന ഈ മതഭ്രാന്തന്മാരല്ലാത്തവർ നിരന്തരം പറയുന്നതാണ്. അനുഭവിച്ചവരുണ്ട്. ഇവിടെ ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവിടെ ജീവിക്കുന്ന സ്വന്തം പാർട്ടിയുടെ അനുയായികളുണ്ടാകും, ഏതു മതക്കാരായിട്ടുമുള്ള. ഈ നേതാവൊക്കെ പറയുന്ന, അയാൾ അംഗീകരിക്കുന്ന, അയാൾ നിലകൊള്ളുന്ന പാർട്ടിയുടെ അനുയായികളുണ്ടാകും. അവർക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ടാകും, അവർക്ക് ശാഖാ കമ്മിറ്റികൾ ഉണ്ടാകും. ആരോടെങ്കിലും ഒരു കോള് ചെയ്ത് അന്വേഷിച്ചാൽ മാത്രം തീരുന്നതാണ് ഇത്തരം അപവാദ പ്രചരണങ്ങൾ. പക്ഷെ അത് നടത്തിക്കൊണ്ടേയിരിക്കണം. അത് നടത്തുമ്പോഴാണ് അവരുദ്ദേശിക്കുന്ന ചില ഫലങ്ങൾ കിട്ടുന്നത്. നമ്മളതിന് വശംവദരാവാതിരിക്കണം. ഇതുവരെയും മതം പഠിപ്പിച്ച ചില സൗഹാർദ്ദത്തിന്റെ ശീലുകൾ നമുക്കുണ്ട്. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയുടെ 256-ാമത്തെ വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ,
ദീനിലൊരു നിർബന്ധമല്ലേ? നോമ്പെടുക്കാത്തവർ സുലഭമായി ജീവിക്കാറുണ്ടായിരുന്ന ഒരു കാലത്ത് പലയിടങ്ങളിലും. ഇപ്പോഴും നോമ്പെടുക്കാത്ത ആളുകൾക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഈ ജില്ലയിലല്ല എവിടെയും ലഭ്യമാണ്. ഒന്നുകൂടെ നമ്മൾ ആലോചിക്കുക. യാത്രക്കാർക്ക് നോമ്പെടുക്കുന്ന നിർബന്ധമല്ല. ഇതിനകത്ത് പറയുന്നുണ്ട്. നോമ്പിന്റെ കാര്യം പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ യുരീദു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, എളുപ്പമാണ് നോമ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും ഞെരുക്കാനോ പ്രയാസപ്പെടുത്താനോ ഉദ്ദേശിക്കണില്ലെന്ന് ഖുർആൻ പറയുന്നത്. രോഗികൾക്ക് നിർബന്ധമില്ല, ആർത്തവ സമയത്തുള്ള സ്ത്രീകൾക്ക് നിർബന്ധമില്ല എന്നല്ല, പാടില്ല. അവർക്ക് നോമ്പെടുക്കൽ പാടില്ലാത്തതാണ്. മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമില്ല കർശനമായ രീതിയിൽ. അപ്രകാരം ഗർഭിണികൾക്ക് പ്രയാസം ഉണ്ടാവുമെങ്കിൽ നോമ്പെടുക്കാൻ നിർബന്ധമില്ല. ഇവരൊക്കെയും 30 ദിവസം ഇവരുടെയൊക്കെ പ്രചാരണം കേട്ടാൽ തോന്നും പട്ടിണി കിടന്നിട്ടാണ് ജീവിക്കുന്നത് എന്ന്. ഒരൊറ്റ സ്കൂളിലും സമ്മതിക്കൂല എന്ന് പറഞ്ഞത് ഉച്ചക്കഞ്ഞിക്ക്. എന്തേ ഈ നാട്ടിലെന്തേ നിയമങ്ങളും നിയമ സംവിധാനങ്ങളൊന്നുമില്ലേ? അവരാരും ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് ഇത്തരം ചില രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രം ഇങ്ങനെയുള്ള ചില സ്വകാര്യ വിവരങ്ങൾ കിട്ടണത്? ഈ നാട്ടിൽ ജീവിച്ചവരില്ലേ? 2 സിനിമാ നടന്മാർ ഈ ജില്ലയിൽ നിന്ന് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അവരുടെ കാറിടിച്ച് കയറിയിട്ട് 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടികൾ മരണപ്പെട്ടിട്ട് പോലും അത് അപകടത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് കരുതിയിട്ട് ഇവരെയുമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മുസ്ലിങ്ങളെ കുറിച്ച് അവർ പിന്നീട് വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ജീവൻ കിട്ടൂല എന്നവര് ആത്മാർത്ഥമായി പിന്നീട് പത്രക്കാരെ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്താണ് ഒരു സിനിമാ നടൻ ആക്സിഡന്റിൽ പെട്ടത്. ഇവിടെ ജാതിക്കും മതത്തിനും വർഗീയത പൂശുന്ന ഒരു ശൈലിയേ നിലനിൽക്കുന്നില്ല. സ്നേഹത്തോടെയും സൗഹൃദത്തോടെയുമാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അവർക്കിടയിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഭീകരതയുടെയും ആദർശങ്ങൾ കുത്തിപ്രവേശിപ്പിച്ച് ഈ നാടിനെ കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ശാന്തി കൊണ്ട് തരണം ചെയ്യണം, സമാധാനം കൊണ്ട് പ്രതിരോധിക്കണം. വിദ്യാഭ്യാസം നൽകിയിട്ടും ഏറ്റവും നല്ല സൗഹൃദ ജീവിതം കാണിച്ചു കൊടുത്തും നമ്മളിതിന് മറുപടി പറയണം. നമ്മുടെ നാട്ടിൽ ഒരു അമുസ്ലിമും പട്ടിണി കിടക്കരുത്. അത് എൻ്റെ ഒരു പ്രത്യേക താല്പര്യമല്ല, മതത്തിൻ്റെ നിർബന്ധമായ കർമ്മമാണ്. അയൽവാസിയിൽ പട്ടിണി കിടക്കുമ്പോൾ വയറ് കിടക്കാൻ പറ്റൂല എന്നൊക്കെ പറയണത് നമ്മൾ എത്രമേൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അയൽവാസിയുടെ പരിധി 40 വീടാണ് 4 വശത്തേക്കും. 4 വശത്തേക്കും 40 വീട്, ഏകദേശം 160 വീട്. ഈ 160 വീടുകളിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. രോഗിയായ ഒരാളും ഒരു മനുഷ്യജീവിയും പണമില്ലാത്തത് കൊണ്ടോ ചികിത്സയില്ലാത്തത് കൊണ്ടോ ബുദ്ധിമുട്ടാൻ പാടില്ല. അവരെ സംരക്ഷിക്കൽ മയാസിറുൽ മുസ്ലിം, മുസ്ലിങ്ങളിലെ സമ്പന്നന്മാർക്ക് നിർബന്ധമാണ്. മുസ്ലിങ്ങളുടെ സമ്പന്നന്മാർക്ക് നിർബന്ധമാണ്. ഒരു പാവപ്പെട്ട അയൽവാസിയാകുന്ന ഹൈന്ദവൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരു ക്രൈസ്തവൻ, അവന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ അരി വാങ്ങാൻ കാശില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മാനവികതയുടെ മതം പറഞ്ഞ മസാല നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ ഭക്ഷണം വെച്ച് സുഭിക്ഷമായി കഴിക്കുന്നത് പാടില്ലാത്തതാണ്, ഹറാമാണ്. അത് ഇസ്ലാമിക സംസ്കാരത്തോട് യോജിക്കാത്തതാണ്. ഇത് പഠിക്കാനാണ് മദ്രസ്. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സർവ്വജനങ്ങളും ഏതൊരു മനുഷ്യന്റെ ഉപദ്രവത്തിൽ നിന്നാണോ രക്ഷപ്പെടുന്നത് അവരാണ് ഏറ്റവും നല്ല വിശ്വാസി, അവനാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ. സർവ്വജനങ്ങളും. മാനവൻ എന്ന രീതിയിൽ മതം നൽകുന്ന പരിഗണനയാണിത്. അതാണ് സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിലൊക്കെ അള്ളാഹു പറയുന്നത്, എല്ലാവരും ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും രൂപം കൊള്ളുന്നു. നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്നർത്ഥം. മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെല്ലാവരും സഹോദരന്മാരാകുന്നു. എന്നാലും ഇത്തരം നല്ല സംസ്കാരങ്ങൾക്കെതിരെ, മദ്രസയ്ക്കെതിരെ, ദർസിനെതിരെ, സമാധാനത്തിന്റെ ഗേഹങ്ങളാകുന്ന പള്ളികൾക്കെതിരെ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കുക, ഇതിന് നമ്മൾ മറുപടി പറയേണ്ടതുണ്ട്. എങ്ങനെ? സമാധാനം കൊണ്ട്, സ്നേഹം കൊണ്ട്, സൗഹൃദം കൊണ്ട്, ഇസ്ലാമിൻ്റെ മാനവിക ദർശനം തത്വത്തിൽ നിന്ന് നമ്മുടെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്. അതിന് മദ്രസ വിദ്യാഭ്യാസം സജീവമാക്കണം, ദർസ് പഠനം ഗംഭീരമാക്കണം. നമുക്ക് നമ്മുടെ സ്വത്വബോധം ഉൾക്കൊള്ളാനാവണം. നമ്മുടെ ഭാഷയും നമ്മുടെ വേഷവും നമ്മുടെ സംസ്കാരവും നിയന്ത്രിക്കുന്നത് മതത്തിൻ്റെ പിന്തുണയോടുകൂടെ നമ്മൾ മാത്രമായിരിക്കണം. ആരെങ്കിലും അനുകരിക്കാൻ നിൽക്കരുത്.
ഏതെങ്കിലും നടനെയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് റോൾ മോഡലായി നമ്മൾ കൊണ്ടുവരേണ്ടത്. ലോകത്തിൻ്റെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര പുരുഷനായിരുന്നു. ചരിത്രത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ച മഹാത്മാവാണ്. അവിടുത്തെ ഓരോ ചലനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വാക്കുകൾ കൃത്യമായിട്ടുണ്ട്. അവിടുത്തെ വാക്കുകളും അവിടുത്തെ ഹദീസുകളും അവിടുത്തെ രേഖകളും കൃത്യമായി കൈമാറാൻ വേണ്ടി 10,000-കണക്കിന് മനുഷ്യരുടെ ചരിത്രം A to Z പഠിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വാക്കും പ്രവൃത്തിയും സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം നിരവധി ഉപശാഖകളുള്ള ഒരു മഹത്തായ വിജ്ഞാനശാഖ രൂപപ്പെട്ടിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ മറ്റൊരാൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു മഹാത്ഭുതമാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഇത്രമേൽ വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്? അഭിമായ നിബിധങ്ങളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ താളവും സംഗീതവും അവിടെ നിന്നാകണം. നമ്മുടെ ആശയവും മോഹവും അഭിമായ നിബിധങ്ങളുടെ പിന്തുണയോടുകൂടെ ആവണം. ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഹദീസിന്റെ സമാഹാരം വിവിധ ഗ്രന്ഥങ്ങൾ കാണാം നമുക്ക്. അതിൽ വളരെ ചെറുതായ ഒരു സാധനമാണ് അർബഈൻ നബവി എന്ന ഹദീസ് സമാഹാരം. അതിന്റെ 41-ാമത്തെ വചനം, അതിൽ അവിടെ നിന്ന് ഉദ്ധരിക്കുന്ന 41-ാമത്തെ ഹദീസ്, ലാ യുമിനു അഹദുക്കും, നിങ്ങളാരും പൂർണ്ണ വിശ്വാസികളാകൂല, അത്തായികൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബി, ഞാൻ കൊണ്ടുവന്നതിന് സമ്പൂർണ്ണമായി നിങ്ങളുടെ മോഹങ്ങളും വിചാരങ്ങളും പിന്തുടരുന്നത് വരെ. ഞാൻ കൊണ്ടുവന്നതിനെ, പരിശുദ്ധ ഇസ്ലാമിനെ, അതിനെ പൂർണ്ണമായി പിന്തുടരുന്നത് വരെയും നിങ്ങളാരും യഥാർത്ഥ വിശ്വാസികളാവൂല. നമുക്ക് മോഹങ്ങളുണ്ടാകും, നമുക്ക് പല വിചാരങ്ങളുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനവുമായി അതിനെ ഉരച്ചു നോക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ്. അഭിമായ നബിതങ്ങൾ സമ്മതം തന്നതാണോ? സന്തോഷപൂർവ്വം അനുഷ്ഠിക്കാം, നമുക്കത് വാരിപ്പുണരാം. അഭിമായ നബിതങ്ങൾ പാടില്ലെന്ന് പറഞ്ഞതാണോ? സധീരം നോ പറയാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ വിശ്വാസിയാകൂ, അപ്പോഴേ നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനായി മാറൂ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ വചനത്തിൽ ഇതിന്റെ കൃത്യമായ രീതിയിലുള്ള വിശദീകരണം റബ്ബ് തആല നടത്തുന്നുണ്ട്. മാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായി മറ്റൊന്നും പ്രവർത്തിക്കാൻ വിശ്വാസിയായ ആണിനും പെണ്ണിനും അവകാശമില്ല. വിശ്വാസിയായ ആണിനും പെണ്ണിനും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അവകാശമില്ല. ഇത് കൃത്യമാണ്. വിശ്വാസിയാവണോ, സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തണോ, അള്ളാഹും റസൂലും തീരുമാനിച്ചത് സമ്പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവർ മാറ്റിവെക്കാൻ പറഞ്ഞത് സമ്പൂർണ്ണമായി മാറ്റിവെക്കാൻ കഴിയണം. പിന്നെ അവിടെ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മോഹങ്ങളും താല്പര്യങ്ങളും വികാരങ്ങളും ഇതിനെ പിന്തുടരാതെ നമ്മുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായി വെച്ച ഏതോ ഒരു സിനിമാ നടന്റെയോ നടിയുടെയോ മറ്റോ ഇഷ്ടത്തിന് മാറ്റിവെച്ചാൽ ഇസ്ലാമിൽ പൂർണ്ണമായ രീതിയിലുള്ള സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. പ്രണയം പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രണയം പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതത്തിൽ പോലും അത് വലിയ ദുരന്തം സൃഷ്ടിക്കുമെന്ന് ആയിരക്കണക്കിന് അനുഭവമുണ്ടെങ്കിലും ഇൻസ്റ്റയിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വരുന്നതോടുകൂടെ പിറകെ പോവാൻ പല പെൺകുട്ടികളും തയ്യാറെടുക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. എവിടുന്നോ ഒരു മെസ്സേജ് വരും ഇൻസ്റ്റാഗ്രാമിൽ, പിന്നെ ഒരു കൗതുകത്തിന് ഇവരെ അതിനെ റിപ്ലൈ ചെയ്യും, പിന്നെ മറിച്ച് വരും, പിന്നെ പൂവ് വരും, അങ്ങോട്ട് മുന്തിരിക്കൊല വിട്ടുകൊടുക്കും, അതങ്ങനെ തുടരും. അതുവരെയും സ്നേഹിച്ച് വളർത്തിയ മാതാവും പിതാവും അന്യരാകും. അതുവരെയും വലിയ പ്രതീക്ഷ കണ്ടിരുന്ന പിതാവും മാതാവും കോടതിയിലും ജനമധ്യത്തിലും ശരിക്കും മാനം കെടും. ഈ തന്തനെയും തള്ളനെയും ഞാൻ അറിയില്ലെന്ന് പെൺകുട്ടി പറയും. ഇവരെ എനിക്കൊരു പരിചയമില്ല എന്ന് പറയും. ഞാനിനി അവരുടെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് പറയും. അവിടെ എനിക്ക് സ്നേഹം കിട്ടണില്ല എന്ന് പറയും. പലപ്പോഴും നിക്കാഹ് കഴിഞ്ഞവരും 1-2 കുട്ടികളുള്ളവരും ഇത്തരം വ്യാപകമായ കെണികളിൽ അകപ്പെടുന്നു, ഇത്തരം കുഴപ്പങ്ങളിൽ അവരകപ്പെടുന്നു. എന്നാലും പേര് മുസ്ലിങ്ങൾ ലവ് ജിഹാദ് നടത്തുന്നു എന്നായിരിക്കും. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണത്. ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും നിരവധി തവണ എല്ലാ അർത്ഥത്തിലുമുള്ള അന്വേഷണം നടത്തിയിട്ടും അങ്ങനെ വ്യാപകമായ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം അമുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് മതത്തിൽ കൂട്ടാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനം ഈ ഇന്ത്യയിൽ, കേരളത്തിൽ എവിടെയും നിലവിലില്ലെന്ന് പലപ്പോഴും പല കോടതിയിലും അവർ റിപ്പോർട്ട് കൊടുത്തതാണ്. എന്നാലും പറഞ്ഞുകൊണ്ടേയിരിക്കണം.
പൂഞ്ഞാർ എന്ന് പറയുന്ന ഒരു താലൂക്കിൽ നിന്ന് മാത്രം 400-ലേറെ കുട്ടികളെ ഇങ്ങനെ അടിച്ചുകൊണ്ടുപോയി എന്നാണ് പി സി ജോർജ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ പത്രമധ്യേ സമൂഹം മധ്യേ ഉറക്കപ്പൊള്ളു പറഞ്ഞത്. എത്ര കൃത്യമായിട്ട് കണക്ക് ശേഖരിച്ചു വെച്ചിരിക്കുന്ന അയാളൊക്കെ എന്നറിയോ? ഇതെന്തുകൊണ്ട് അയാൾക്ക് കോടതി കൊടുത്തുകൂടാ? ഇതെന്തുകൊണ്ട് അയാൾക്ക് പോലീസിനെ അറിയിച്ചുകൂടാ? അല്ലെങ്കിൽ അവരുടേതായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെതിരെ എന്തുകൊണ്ട് പ്രതിരോധം തീർത്തുകൂടാ? പറഞ്ഞുകൊണ്ടിരിക്കണം, വൃത്തികേട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ സമൂഹത്തിന് തന്നെ എത്രമേൽ മാനം കെടുത്തണത്. ഏതെങ്കിലും ഒരു മുസ്ലിം പയ്യൻ വന്ന് ചെറി കാണിക്കുമ്പോഴേക്ക് ഇറങ്ങിപ്പോകാൻ മാത്രം ആത്മശൂന്യരാണ് ക്രൈസ്തവ പെൺകുട്ടികൾ എന്നാണോ ഇവർ സമർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ആൺകുട്ടികൾക്കൊന്നും ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാനോ പോറ്റാനോ അവളെ സംപ്രീതയാക്കാനോ ഒന്നും ഒരു മാർഗമല്ല എന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെയെങ്കിൽ ആ സൊസൈറ്റിക്ക് വ്യാപകമായ ചില ചികിത്സകൾ നടത്തേണ്ടതില്ലേ? എത്ര സുതാര്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ ജീവിതം? നമ്മുടെ കേരളത്തിൽ നിയമവ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടോ ഇതുവരെയും? നിലവിൽ അങ്ങനെ ഒരു ഭീതിതമായ സംഗതി ഉണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് ഇത്രമേൽ തെളിവുണ്ടായിട്ട് ഇന്ന കുട്ടി ഇന്ന വീട്ടിൽ നിന്ന്, ഇന്ന തറവാട്ടിൽ നിന്ന്, ഇന്ന ഇടവകയിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ അവളെ ലവ് ജിഹാദ് അടിച്ചിട്ട് കൊണ്ടുപോയി എന്ന് ഇവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തിക്കൂടാ? സദസ്സിലിരുന്ന് വെറുപ്പ് സൃഷ്ടിക്കാൻ മാത്രമാണ് അവരൊക്കെ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് സ്വാർത്ഥമായ രാഷ്ട്രീയ ലാഭം നേടണം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഗുണം വരാനുണ്ടാകും. ഇടിപ്പേടി ഉണ്ടാകും. വലിയ ബിസിനസ് നടത്തുന്നവരാണ്, ഈടി വരുന്നുള്ള ഭീഷണി ഉണ്ടാകും. അപ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും വരരുത്, വരാതിരിക്കാൻ നിരന്തരമായി ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കണം. കേരളത്തിലെ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരൻ്റെ ഓഫീസൊക്കെ റെയ്ഡ് ചെയ്തിട്ട് കോടികൾ പിടിച്ചെടുത്ത ആ ദിവസം തന്നെ പറയണം മറ്റൊരു ബിസിനസ്സുകാരന് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രമാണ് എന്ന്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ വരുന്നതിന് ഇത്തിരി നേരം ശമനം കിട്ടുമെന്നവർ തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ എല്ലാ അന്വേഷണ വിഭാഗവും കൃത്യമായി അന്വേഷിച്ച് പരിശോധിച്ച് അങ്ങനൊരു സംവിധാനമില്ലെന്ന് ഇതേ ടീം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ നിയോഗിച്ച, ഭരണകൂടം നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കൃത്യമായി അത് സമർത്ഥിച്ചിട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടിനോട് ചെയ്യുന്ന കടും വഞ്ചനയല്ലേ? സമൂഹത്തോട് ചെയ്യുന്ന കടുത്ത ധിക്കാരമല്ലേ? കടുത്ത ധിക്കാരല്ലത്. ഇത് ഏതാണ് സൊസൈറ്റി? മുസ്ലിം സൊസൈറ്റിക്ക് കൃത്യമായ ജീവിത പദ്ധതിയുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്നിടം മുതൽ മരിക്കുന്നത് വരെയും അതിനുശേഷവും ജനനത്തിന്റെ മുന്നും അവന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി മതം നിർവചിക്കുന്നുണ്ട്. വിശാലമായി അത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വന്ന ഓരോ ഉസ്താദും വലതുകാലം മുന്നിൽ വെച്ച സ്റ്റേജിലേക്ക് കയറിയത്. ഇറങ്ങിപ്പോകുമ്പോൾ ഇടതുകാലം അവർ മുന്നിൽ വയ്ക്കുന്നു. വെള്ളം കുടിക്കുന്നത് വലത് കൈ കൊണ്ടാണ്, ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് വലത് കൈ കൊണ്ടാണ്, അവരുടെ മൂക്ക് വൃത്തിയാക്കുന്നത് ഇടത് കൈ കൊണ്ടാണ്, വിസർജനാനന്തരം ശൗചം ചെയ്യുന്നത് ഇടത് കൈ കൊണ്ടാണ്. ഇത്ര ചെറിയ സംഗതികളിൽ പോലും കൃത്യമായി നിയമവ്യവസ്ഥ പഠിപ്പിച്ച വിശുദ്ധമായൊരു ദർശനമാണ് ഇസ്ലാം. ദൈവിക സംവിധാനമാണിത്. ഈ മതത്തിന് എങ്ങനെയൊക്കെ ആവണം അതിൻ്റെ പ്രബോധനം എന്ന് കൃത്യമായി പാഠങ്ങളുണ്ട്. ലക്ഷ്യം മനോഹരമായതുകൊണ്ട് മാത്രം ഒരു പ്രവൃത്തിയും മതം ന്യായീകരിക്കുന്നില്ല. അതിൻ്റെ മാർഗവും വിശുദ്ധമാവണം, സുതാര്യമാകണം, മനോഹരമാകണം. ലക്ഷ്യം എന്തായാലും മാർഗം എങ്ങനെയുമാകാം എന്ന ആദർശം ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിനില്ല. എങ്ങനെയാവണം ഇസ്ലാമിൻ്റെ ദഅവത്ത്? എങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് വ്യാപിച്ചു വന്നത്? വിമർശനങ്ങളുണ്ട് വാളുകൊണ്ടാണെന്ന്. ഞാൻ നേരത്തെ ഓതിയിട്ടുണ്ട് സൂറത്തുൽ ബഖറയുടെ 256-ാമത്തെ വചനം. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുള്ളതാണ്. വാളും പിടിച്ചിട്ട് തോക്ക് പിടിച്ചിട്ട് അതൊരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദീനിൽ ബലപ്രയോഗമില്ലെന്ന് കൃത്യമായി ഖുർആൻ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ലോകത്ത് ഇസ്ലാമിക സൊസൈറ്റി വ്യാപിച്ചു വന്നത്? യൂറോപ്യൻ ഓറിയന്റലിസ്റ്റ് പണ്ഡിതനാകുന്ന തോമസ് ആൾനേഡിന്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം. ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം. എങ്ങനെയാണ് ഇസ്ലാം പ്രചരിച്ചത്? സൂഫി വര്യന്മാരുടെയും ഇസ്ലാമിക പണ്ഡിത നേതൃത്വത്തിൻ്റെയും ഇസ്ലാമിലെ സാധാരണ മനുഷ്യരുടെയും ഒക്കെ വിശുദ്ധമായ ജീവിതം കണ്ടാണ് സമൂഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം കൃത്യമായി സമർത്ഥിക്കുന്നുണ്ട്. വലിയൊരു പുസ്തകമാണ്. ഇസ്ലാമിന്റെ പ്രബോധനവും പ്രചാരണവും എന്ന പേരിൽ ആ പുസ്തകത്തിന്റെ മലയാളം കേരളത്തിൽ ലഭ്യമാണ്. നമുക്ക് ആശ്രയിക്കാം.
അങ്ങനെയാണ് സമൂഹത്തിൽ ഇസ്ലാമിന് സ്വാധീനം കൂടിയത് എന്ന് വള്ളത്തോൾ പറയുന്നുണ്ടല്ലോ. ദുരവസ്ഥയിൽ ഈ കാണുന്ന മുസൽമാനൊന്നും അവിടുന്ന് ഇവിടുന്ന് കയറി വന്നതൊന്നും അല്ല എന്ന്. പിന്നെ ജാതിയുടെ ശാപം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന പാവപ്പെട്ട മനുഷ്യരെല്ലാവരും അവരുടെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് കയറി വന്നതാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ജാതിക്കോമരങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടു ഒരു കാലത്ത് ഈ സമൂഹം, വല്ലാതെ ബുദ്ധിമുട്ടി, കഞ്ഞി കുടിക്കാൻ പോലും മാർഗമില്ലാതെയായി. രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്യണം. ആകെ കിട്ടുക 4-5 വറ്റുള്ള കഞ്ഞിയായിരിക്കും. അത് പാത്രത്തിൽ കൊടുക്കൂല, നിലത്ത് കുഴി കുത്തിയിട്ട് അതിൽ ചേമ്പിന്റെ ഇല വെച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കണം. പലപ്പോഴും മേമാന് ദേഷ്യം പിടിച്ചാൽ അതിലൂടെ ചവിട്ടി ചവിട്ടി നടക്കാൻ തൻ്റെ കിങ്കരന്മാരെ ഏൽപ്പിക്കും. എന്തൊരു ദുരവസ്ഥയായിരുന്നു അവിടെ ഉള്ളത്. ഇതൊന്നും അല്ലല്ലോ, അതിനപ്പുറം എന്തൊക്കെ ഉണ്ടായി. ഉന്നത കുലജാതന്മാർ നടക്കുന്നിടത്തൂടെ നടക്കാൻ പറ്റൂല. ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞ് നടക്കാനായിട്ട് നമുക്കൊരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യമായ പണി ഉന്നത കുലജാതൻ ആരാന്നുള്ളത് തീരുമാനിക്കലാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി, മൃഗങ്ങളെപ്പോലെ ജോലി ചെയ്യേണ്ടി വന്നു. മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു പെണ്ണുങ്ങൾക്ക്. എന്തിനധികം നല്ല പേരിടാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. പൊതുസമൂഹം ഉപയോഗിക്കുന്ന ഭാഷ പ്രയോഗിക്കാൻ പറ്റൂലായിരുന്നു. ഉപ്പ് വേണമെന്ന് പറഞ്ഞാൽ അടി കിട്ടുമായിരുന്നു. പുളിച്ചിണത് വേണമെന്ന് പറയണമായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക്. അവരുടെ വീട് വളരെ ചെറുതാവൽ നിർബന്ധമായിരുന്നു. ആ വീടിന് പേര് ചെറ്റപ്പുര എന്നായിരുന്നു. എന്താ ചെറ്റപ്പുര? ചെറ്റയുടെ പുരയാണത്. ഈ അനധികൃതനാകുന്നയാൾ, അവർണ്ണനാകുന്നയാൾ ചെറ്റയായിരുന്നു എന്നർത്ഥം. ചെറ്റപ്പുര എന്നായിരുന്നു അതിന്റെ പേര്. അതുകൊണ്ടാണ് എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഇഴച്ചെറുമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ എന്ന് ദുരവസ്ഥയിൽ പറയുന്നത്. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഇഴച്ചെറുമൻ അയാൾ പോയി തൊപ്പിയിട്ട് വന്നാൽ, മുസ്ലിം ആയാൽ പിന്നെ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്ത് വളർന്നു വന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിൽ തോമസ് ആൾനേഡ് പറയുന്നതാണ്. മറ്റു പലരും അത് പറഞ്ഞതുമാണ്. പരിശുദ്ധ ഇസ്ലാം സമാധാനത്തിന് വേണ്ടി അല്ലാതെ ആരെയും നിർബന്ധിപ്പിച്ചത് ചെയ്യാനേ പാടില്ല, മതത്തിലേക്ക് കൊണ്ടുവരാനേ പറ്റില്ല. അതിന്റെ പുറമെ നമ്മൾ ആലോചിക്കുക, ഒരാണും പെണ്ണും തമ്മിലുള്ള ഇസ്ലാമിന്റെ ബന്ധം എന്താണ്? ആണും പെണ്ണും തമ്മിലുള്ള ഇസ്ലാമിന്റെ ബന്ധം എന്താണ്? ഒരാണും ഒരു പെണ്ണും അന്യരാണെങ്കിൽ പരസ്പരം നോക്കുന്നത് പോലും നിഷിദ്ധമാണ്. പരസ്പരം നോക്കുന്നത് പോലും നിഷിദ്ധാണ്. ചിരിക്കാൻ പറ്റൂല, കൊഞ്ചിക്കൊഴയാൻ പറ്റൂല, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റൂല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ആരും ഏറെ കയറ്റാൻ വരണ്ട. ഒരു അന്യ പെണ്ണും അന്യ പുരുഷനും തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. അവരൊന്നിച്ച് താമസിക്കാൻ പാടില്ല. പിശാചിടപെടും, അതിക്രമങ്ങൾ ഉണ്ടാകും, അധമത്വങ്ങൾ സംഭവിക്കും. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരിക ചില ആളുകൾ. ഒരു പെണ്ണ് ഒറ്റക്ക് സഞ്ചരിച്ചാൽ എന്താ ആകാശം പൊളിഞ്ഞുവിടുമെന്ന്. നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു കമന്റാണിത്. ഒരു സ്ത്രീ ഒറ്റക്ക് സഞ്ചരിച്ചാൽ എന്താ ആകാശം പൊളിഞ്ഞു വീഴുമോ എന്ന്. ആകാശം മനോഹരമായി സേഫാകും, പക്ഷെ സ്ത്രീ കുടുങ്ങിപ്പോവും പലപ്പോഴും. 100,000 അനുഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് സുരക്ഷയ്ക്ക് നല്ലത് അതാണെന്നും മതം പറയുന്നു. ഇത്രമേൽ ലൈംഗിക രംഗത്ത് സൂക്ഷ്മത പുലർത്തുന്ന ഒരു ആദർശം. അന്യ പെണ്ണും പുരുഷനും തമ്മിൽ നോക്കാൻ പാടില്ല, കൈയെടുക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്കൊരു സ്ഥലത്ത് താമസിക്കാൻ പാടില്ല. ഇത്രയൊക്കെ സൂക്ഷ്മമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ നിരവധി ഉണ്ട്. സൂറത്തുൽ നൂറിലും സൂറത്തുൽ അഹ്സാബിലും. ഞാൻ ആയത്തോതിക്കൊണ്ട് സമയം കൂടുതൽ എടുക്കുന്നില്ല. ഇത്രമേൽ സൂക്ഷ്മത കാണിക്കുന്ന ഈ സൊസൈറ്റിയിലാണത്രേ അന്യ സ്ത്രീകളെ കാമിച്ച് പ്രണയിച്ച് ചാടിച്ചു കൊണ്ടുവരാൻ വ്യാപകമായ രീതിയിൽ പ്രവർത്തനം നടക്കുന്നത്. പ്രണയം നടക്കുന്നുണ്ട് പലയിടത്തും. മുസ്ലിം ഹൈന്ദവനെ പ്രണയിക്കുന്നുണ്ട്, മുസ്ലിം സ്ത്രീകൾ ഹൈന്ദവരോടൊപ്പം ഇറങ്ങിപ്പോകുന്നുണ്ട്, ക്രിസ്ത്യാനി സ്ത്രീകൾ ഹൈന്ദവരോടൊപ്പം ഇറങ്ങിപ്പോകുന്നുണ്ട്, ഹൈന്ദവ പെൺകുട്ടികൾ ക്രിസ്ത്യാനികളോടൊപ്പം മുസ്ലിങ്ങളോടൊപ്പം ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് മതമല്ല, ഇതിന് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുമില്ല. ഏതെങ്കിലും മുസ്ലിം സംഘടന യോഗം ചേർന്നിട്ട് മുഖ്യ അജണ്ടയായി 100 പെൺകുട്ടികളെ പ്രണയം നടിച്ചടിച്ചോണ്ട് പോരണം എന്ന് തീരുമാനിക്കുന്നില്ല.
അത് വ്യക്തിപരമായ സൗകര്യത്തിനും വ്യക്തിപരമായ ചാൻസും ഒക്കെ അനുസരിച്ച് അവരുടെ അപക്വമായ ചിന്ത കാരണം സംഭവിച്ചു പോകുന്നതാണ്. ഇവിടെ ഒരു മതം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നേ ഇല്ല. പരിശുദ്ധ ഇസ്ലാം തീരല്ല. ആണും പെണ്ണും തമ്മിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പോലും പറ്റൂലെങ്കിൽ, ഒന്നിച്ചിരുന്ന് വൈകാരികമായി സംസാരിക്കാൻ പാടില്ലെങ്കിൽ, യാത്ര പോവാൻ പാടില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് പ്രണയം നടിച്ച് കുറെ കുട്ടികളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന്? ഇതൊക്കെ അറിയുന്നവരാണ് വിമർശിക്കുന്നവരും. എന്നാലും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. നീ കുറേ പ്രഭാഷകർ നമ്മുടെ വേദിയിൽ വരാനുണ്ട്, ദ്വാ സമ്മേളനം നടക്കാനുണ്ട്. നമ്മളായി വളരണം, മുസ്ലിങ്ങളായി വളരണം. മുസ്ലിങ്ങളായി നമ്മൾ വളരുമ്പോൾ എല്ലാവർക്കും നല്ല ആശ്വാസം കിട്ടും. മദ്യപാനം നമുക്ക് പാടില്ല, മയക്കുമരുന്ന് ഒരിക്കലും നമുക്ക് പാടില്ല. സൂറത്തു അൽ മാഇദയുടെ 90-ാമത്തെ വചനത്തിൽ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്നും പറഞ്ഞ് കൃത്യമായ രീതിയിൽ ലഹരി പദാർത്ഥങ്ങളെ പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. ഹബീബായ റസൂൽ അത് വിശദീകരിച്ചു. കുല്ലു മുസ്കിരിൻ ഹറാം, ഏത് രീതിയിലുള്ള ലഹരി പദാർത്ഥവും ഹറാമാണ്. ജനുവരി ഫെബ്രുവരി 2 മാസങ്ങളിൽ മാത്രം 76 കൊലപാതകങ്ങളോളം നടന്ന നാടാണ് നമ്മുടേത്. അതിൽ പകുതിയിലേറെയും മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലായിരുന്നു. ഒരു വിശ്വാസിയും ഒരു മനുഷ്യനും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിം സൊസൈറ്റിയിൽ ഒരിക്കലും അത് പാടില്ല. എന്തുകൊണ്ട്? ഇത്തരം മാരകമായ ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നത് കഠിനമായി നിരോധിച്ച ആദർശമാണ് നമ്മുടേത്. ഇതറിയണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. മാതാവ് ആരാണെന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം.